നമ്മൾ സൂചിപ്പിച്ചു ഇതിനു മുൻപ് ഡാമുകളുടെ അവസ്ഥ. വയനാട്ടിൽ 2 ദിവസമായി മഴ തുടരുന്നുണ്ട്. അതിന് ശമനമില്ല. ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡുണ്ട്. ഈ മഴ കനത്ത് കഴിഞ്ഞാൽ അവധി കിട്ടുമല്ലോ കുട്ടികൾക്ക്. എന്നാൽ കുട്ടികളെയും വിളിച്ചുകൊണ്ട് ഏതെങ്കിലും സ്ഥലം കാണാൻ പോകാന്ന്. പ്രത്യേകിച്ച് അവർ ഈ വെള്ളച്ചാട്ടമൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം മഴയുള്ളതുകൊണ്ട് വെള്ളച്ചാട്ടമൊക്കെ നല്ല സമൃദ്ധമായി ഉണ്ടാകും, ഡാമൊക്കെ തുറന്നിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണിപ്പോൾ എന്ന് ശ്രദ്ധിക്കുക. അത് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുക. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ബാണാസുര സാഗർ ഡാമിലെ സ്പിൽവേ ഷട്ടർ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഉയർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കി വിടും എന്നാണ് അറിയുന്നത്. ഒപ്പം പാലക്കാട് മലമ്പുഴ ഡാം ഇന്ന് തുറക്കും. നമുക്കിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. വയനാട് നിന്ന് അർജുനുണ്ട്, പാലക്കാട് നിന്ന് അരുണാലത്തൂരുണ്ട്, അപ്പോൾ ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസും ചേരുന്നുണ്ട്. അർജുൻ, വയനാട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു ഈ മലവെള്ളപ്പാച്ചിലൊക്കെ കണ്ടപ്പോൾ. എങ്കിലും അവിടെ ഇപ്പോഴും ഈ അലർട്ടുകൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ ആളുകൾ ഇപ്പോഴും വരുന്നുണ്ടോ? അങ്ങനെ വരുന്ന ആളുകളെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക? അത് ചില പ്രഖ്യാപിത സ്പോട്ടുകളിലേക്കൊക്കെ ഒരു പക്ഷേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞാലും വയനാട്ടിൽ നമുക്കറിയാം ഒട്ടേറെ സ്ഥലങ്ങൾ അതല്ലാതെയുണ്ട്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ വരുന്ന ആളുകളെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക? എന്തൊക്കെ അലേർട്ടുകളാണ് ജില്ലയിലുള്ളത്? ബാണാസുര സാഗർ ഡാമിന്റെ അണക്കെട്ടിന്റെ ഈ സ്പിൽവേ ഷട്ടർ ഇന്ന് തുറക്കുന്നത്. ഏകദേശം 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായിട്ടാണ് പുഴയിലേക്ക് ഒഴുക്കി വിടുക. ഇന്ന് 10 മണിക്കായിരിക്കും ഈ ഷട്ടർ ഉയർത്തുക. ഈ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. തീരദേശത്തുള്ളവരൊക്കെ കൃത്യമായ ജാഗ്രത പാലിക്കണം. കാരണം വെള്ളം ഒഴുകുമ്പോൾ ചിലപ്പോൾ ഈ പ്രദേശത്തേക്കൊക്കെ പോകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ നിർദ്ദേശം ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും വയനാട്ടിലേക്ക് ഇപ്പോഴത്തെ വിനോദസഞ്ചാര മേഖലകളിൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. കുട്ടികളെ അവധിയാകുമ്പോഴൊക്കെ കുട്ടികളെയും കൂട്ടി ഈ പ്രദേശങ്ങളിലേക്ക് എത്തുക, വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തുക സ്വാഭാവികമാണ്. മാത്രമല്ല ജൂൺ ജൂലൈ മാസങ്ങളിലടക്കം ഈ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ തുടർന്നാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം കൃത്യമായിട്ടുള്ള ഒരു ആളുകളോട് റെസ്ട്രിക്ഷൻ ആവശ്യപ്പെട്ടത്. അതായത് ഇത്തരത്തിൽ ഈ ഒരു സ്ഥലങ്ങളിലേക്ക് വരുന്നത് വളരെയധികം കുറയ്ക്കുക എന്നുള്ളത് ആവശ്യപ്പെട്ടത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലെ കുറെ ഹിഡൻ പ്ലേസുകളുണ്ട്. അതായത് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നിരവധി ആളുകളാണ് ഇപ്പോഴും വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ പല അപകടങ്ങളും വയനാട്ടിൽ ഇതിനു മുൻപും ഈ കഴിഞ്ഞ മഴക്കാലങ്ങളിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ചൂരമലയിൽ അത്തരത്തിൽ മലവെള്ളം ഒലിച്ചു വരുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും മഴയാണ്. ഇത്തരത്തിൽ വയനാടിന്റെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഇവിടെ മഴ പെയ്തില്ലെങ്കിലും മലയുടെ മുകളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അത് ആ മഴവെള്ളം കുത്തിയൊലിച്ച് പുഴകളിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ മേഖലകളിലേക്കോ എത്തിപ്പെടും. അതിന്റെ ഉദാഹരണമായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് വലിയ തോതിൽ വെള്ളം വന്ന് ചാടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പുലർത്തിക്കൊണ്ട് വേണം ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വരാൻ. പരമാവധി ഈ സമയങ്ങളിൽ, ഇത്തരം മഴ പെയ്യുന്ന സമയങ്ങളിൽ, ഇത്തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ വയനാട്ടിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. അത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി നൽകിയിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടണം എന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാത്രമല്ല മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം, അതായത് ട്യൂഷൻ സെന്ററുകൾ അടക്കം ഇന്ന് അടച്ചിടണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് മിക്ക ഇടങ്ങളിലും വയനാട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളമുണ്ട പുളിഞ്ഞാലി, അതായത് മാനന്തവാടി വെള്ളമുണ്ട പുളിഞ്ഞാലിൽ റോഡിൽ ഒരു വൻ ഗർത്തം ആരോപപ്പെട്ടത്. അതായത് റോഡിന് നടുക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഗർത്തം ആരോപപ്പെട്ടത്. സമീപത്തെ നെല്ലക്കച്ചാലിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. മാത്രമല്ല 21 ആളുകളെ മാനന്തവാടി താലൂക്കിലെ പെരിഞ്ചേര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തൊട്ടടുത്തുള്ള അങ്കണവാടിയിലേക്ക് 21 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തൊക്കെ ഈ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളാണ്, താഴ്ന്ന പ്രദേശങ്ങളാണ്. ഇവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെരിഞ്ചേരിയിലെ വീടുകളിലേക്ക് സമീപം ശക്തമായ ഉറവയിൽ നിന്ന് വെള്ളം വന്നതിനെ തുടർന്ന് 7 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ മാറ്റിയിട്ടുണ്ട്. പനമരം, അതുപോലെ തന്നെ മാനന്തവാടി, കവിഞ്ഞാൽ എന്നിവിടങ്ങളിൽ
വലിയ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മഴ പെയ്തത് പുളിഞ്ഞാൽ പ്രദേശത്താണ്. ആ പുളിഞ്ഞാൽ പ്രദേശത്ത് ഇടവകയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തിട്ടുള്ളത്. ഈ പ്രദേശത്തൊക്കെ കൃത്യമായ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് 10 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ ബാണാസുര അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നുണ്ട്. അത് കൃത്യമായി ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിരവധി ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്വാറികൾ, വയനാട് ജില്ലയിലെ ക്വാറികളെല്ലാം അടച്ചിടണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ക്വാറികൾ പ്രവർത്തിക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വീണ. ശരി അർജുൻ, നമുക്ക് പാലക്കാട്ടെ സാഹചര്യം നോക്കാം. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, പാലക്കാട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ പോകേണ്ടത്? ഈ മലമ്പുഴ ഡാം തുറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഏതൊക്കെ ഈ ഡാമിന്റെ ഈ തീരപ്രദേശങ്ങളിലുള്ള ഏതൊക്കെ ഭാഗങ്ങളിലാണ് ആളുകൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്? ഡാം തുറക്കുമ്പോൾ കൽപ്പാത്തി പുഴയും അതുപോലെ തന്നെ ഭാരതപ്പുഴയിലെയും ഇരുകരകളിലും താമസിക്കുന്ന ആളുകളാണ് പ്രധാനമായിട്ടും ജാഗ്രത പുലർത്തേണ്ടത്. ഇന്ന് രാവിലെ ഒരു 10 മണിയോടുകൂടെ ഈ മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതം ഉയർത്തും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. നിലവിൽ ഈ ഡാമിലെ ജലനിരപ്പ് എന്നുള്ളത് 111.24 മീറ്റർ ആണ്. പരമാവധി ജലസംഭരണ നില 115.06 മീറ്റർ ആണ്. റൂൾ കർവ് പ്രകാരം ജലനിരപ്പ് നിലനിർത്തുന്നതിനാണ് ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ രാവിലെ 10-ന് തുറക്കുന്നത്. ഈ മലമ്പുഴ ഡാമിൽ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മഴയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ ഇന്നലെ വരെ മലമ്പുഴയിൽ പെയ്തത് 346 മില്ലിമീറ്റർ മഴയാണ്. സാധാരണ ലഭിക്കാറുള്ളതിനേക്കാൾ ഇരട്ടിയാണ് ഇത്തവണ മഴ ഈ മലമ്പുഴ ഡാമിന്റെ ഭാഗത്ത് ലഭിച്ചിരിക്കുന്നത്. ജലസേചന വകുപ്പിന്റെ മഴ മാപ്പിംഗിലാണ് ഇത്തരത്തിൽ മഴയുടെ അളവ് കൂടുതലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അകമലവാരം മലനിരകളിൽ ശക്തമായ മഴയുള്ളതിനാൽ ഡാമിന്റെ ജലസ്രോതസ്സുകളായ പുഴകളിലും തോടുകളിലും ഒഴുക്ക് കൂടി ഡാമിലെ ജലനിരപ്പ് ഈ 111.15 മീറ്റർ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇതിനു മുൻപ് ഈ ജൂൺ മാസത്തിൽ ഇത്രയും ജലനിരപ്പ് 2016 എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 104.71 ആയിരുന്നു ഡാമിലെ ജലനിരപ്പ്. ആ 104.71 കഴിഞ്ഞ വർഷം ഇതേ സമയത്തുള്ള സാഹചര്യത്തിലാണ് ഇത്തവണ അത് 111 എത്തി ഡാം ഇത്തവണ തുറക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. മലമ്പുഴ ഡാമിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിലെ വിവിധ ഡാമുകളിലും ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാഞ്ഞിരപ്പുഴ ഡാമിലെ ജലനിരപ്പ് നോക്കുകയാണെങ്കിൽ 94.56 മീറ്റർ ആണ്. അവിടെ പരമാവധി ജലസംഭരണ നില 97.50 മീറ്റർ ആണ്. ഡാം ഇതിനകം തന്നെ തുറന്നിട്ടുണ്ട്. എല്ലാ സ്പിൽവേ ഷട്ടറുകളും 30 സെന്റിമീറ്റർ വീതമാണ് അവിടെ തുറന്നിരിക്കുന്നത്. അതുപോലെ മങ്ങാട് ഡാമിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ജലനിരപ്പ് 76.97 മീറ്റർ ആണ്. പരമാവധി അവിടുത്തെ ജലസംഭരണ നില എന്നുള്ളത് 77.88 മീറ്റർ ആണ്. അവിടെയും ഡാം തുറന്നിട്ടുണ്ട്. 6 സ്പിൽവേ ഷട്ടറുകളും 40 സെന്റിമീറ്റർ വീതമാണ് അവിടെ തുറന്നിരിക്കുന്നത്. പോത്തുണ്ടി ഡാമിലെ നിലനിരപ്പ് പരിശോധിക്കുമ്പോൾ 103.23 മീറ്റർ ആണ്. പരമാവധി ജലസംഭരണ നില അവിടെ 108.24 മീറ്റർ ആണ്. പോത്തുണ്ടി ഡാം തുറന്നിട്ടില്ല. അതും ഇനി ഇങ്ങനെ തുടരുകയാണെങ്കിൽ തുറക്കുമെന്നുള്ളതാണ്. മീൻകര ഡാമിൽ നിലവിലെ ജലനിരപ്പ് 156.09 മീറ്റർ ആണ്. അവിടെ പരമാവധി ജലസംഭരണ നില എന്നുള്ളത് 156.36 മീറ്റർ ആണ്. ഡാമിന്റെ 2 സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം അവിടെയും തുറന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചുള്ളിയാർ ഡാമിൽ 150.88 മീറ്റർ ഉണ്ട്. അവിടെയും അതുപോലെ തന്നെ വാളയാർ ഡാമിൽ 199.49 മീറ്റർ, മൂലക്കാവ് റെഗുലേറ്ററിൽ 181.30 മീറ്റർ, അതുപോലെ തന്നെ ശിരുവാണി ഡാമിൽ 876.35 മീറ്റർ ആണ് അവിടെയും ജലനിരപ്പ് ഉള്ളത്. ഇതിൽ ശിരുവാണി ഡാമിലെയും ഷട്ടറുകൾ തുറന്നിരിക്കുന്ന സാഹചര്യം 50 സെന്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വേനൽ മഴയും അതുപോലെ തന്നെ കാലവർഷവും ഒക്കെ 60% അധികം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മെയ് 23 മുതൽ ജൂൺ 26 വരെയുള്ള 35 ദിവസത്തിനിടെ പെയ്തത് 501.4 മില്ലിമീറ്റർ മഴയാണ്. ഈ കാലവർഷത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 104.3 മില്ലിമീറ്റർ അധിക മഴയാണ് ഇത്തവണ പെയ്തത് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് വ്യക്തമാക്കുന്നത്. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്തത് ഇതിനു മുൻപ്, അതായത് ഈ പാലക്കാട് ജില്ലയിൽ കുറഞ്ഞ ദിവസങ്ങൾക്ക് ഉള്ളിൽ കൂടുതൽ മഴ പെയ്തത് ഇതിനു മുൻപ് 2018 അതുപോലെ തന്നെ 2019 അതായത് മുമ്പ് പ്രളയം ഉണ്ടായ 2 കാലങ്ങളിലാണ് ഇത്രയും മഴ പാലക്കാട് പെയ്തിരിക്കുന്നത്. 2018 ജൂലൈ 18 മുതൽ ഓഗസ്റ്റ് 7 വരെയായിരുന്നു അത് 20 ദിവസത്തിനിടെ 654.2 മില്ലിമീറ്റർ മഴ പെയ്തത്. അന്ന് ജില്ല പ്രളയത്തിൽ മുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 2019 20 ദിവസത്തിനിടെ
600.1 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അതേസമയം ഈ ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് 10 വർഷത്തിന് ശേഷം കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് ഇത്തവണ ആദ്യമായിട്ടാണെന്നുള്ളതാണ്. ഈ അവസാനം തന്നെ മഴ ശക്തമായിരുന്നു എന്നും കഴിഞ്ഞ വർഷം ജൂലൈ 20 ശേഷമായിരുന്നു കഴിഞ്ഞ വർഷം കാലവർഷം ശക്തി പ്രാപിച്ചത്. പക്ഷെ ഈ വർഷം വേനൽ മഴയിൽ 100% അധികമായി ലഭിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. 207.8 മില്ലിമീറ്റർ വേനൽ മഴയാണ് ഇത്തവണ പാലക്കാട് പെയ്യുന്നത്. സാധാരണ 100 മില്ലിമീറ്റർ വരെയാണ് പെയ്യാറ്. ഈ മാസം 1 മുതൽ തന്നെ ഇന്നലെ വരെ 406.5 മില്ലിമീറ്റർ മഴ പെയ്തു. അതായത് മഴ കൂടുതൽ പെയ്തതോടെ ഡാമുകളുടെയും ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള പുഴകളുടെയൊക്കെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിരിക്കുന്നു. ആളുകൾക്ക് നേരത്തെ വീണ പറഞ്ഞതുപോലെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പാലക്കാട് ജില്ലയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴയിൽ പുഴയരികിൽ വെള്ളച്ചാട്ടത്തിൽപ്പെട്ടുമൊക്കെ ധാരാളം മരണങ്ങൾ ഇതിനോടകം തന്നെ പാലക്കാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുഴയിൽപ്പെട്ട് ഒഴുക്കിൽപ്പെട്ടൊക്കെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥിതിയും കൂടെയാണുള്ളത്. ഓക്കെ, ശരി ആരുണ്. നമുക്ക് ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് കൂടി ചെയ്യുന്നുണ്ട്. സുബിൻ, നമുക്ക് അവിടെ ആശങ്ക എപ്പോഴും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ജലനിരപ്പ് ഉയരുന്നതായി ഇപ്പോൾ ഏത് സെന്റിമീറ്ററിൽ എത്തി നിൽക്കുകയാണ്. അപ്പം മറ്റ് ഇടവിട്ടുള്ള മഴ വളരെ ശക്തമാണ് എന്നും ആണ് റിപ്പോർട്ട്. വിവരങ്ങൾ പറയും. സാഹചര്യം മലയോര മേഖലയിലും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും ലോ റേഞ്ച് മേഖലയിലും എല്ലാം തന്നെ ഈ ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ചെറു ഡാമുകളെല്ലാം തന്നെ നിലവിൽ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ചാണ്. നിലവിൽ 135 അടിക്ക് മുകളിലേക്ക് ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്പിൽവേ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരുമെന്ന് തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന കണക്കുകൾ പ്രകാരം 135 അടി പിന്നിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരടി കൂടി വരുന്നത്, അതായത് 136 അടിയിലേക്ക് എത്തിയ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ടതായുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ തമിഴ്നാട് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ അളവിൽ ക്രമാതീതമായ വർധനവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 28-ാം തീയതിയോടുകൂടി ഈ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ടി വരുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതും അറിയേണ്ടതായുണ്ട്. എന്തായാലും വനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം, അതായത് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഉൾവനങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ ഇതുവരെ ഒരു കുറവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് സ്പിൽവേ ഷട്ടറുകൾ തുറന്നാലും ഈ വെള്ളം എത്തുക ഇടുക്കി ഡാമിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ബ്ലൂ അലേർട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അതായത് ഇടുക്കി ഡാമിൽ ഒരു ബ്ലൂ അലേർട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 2365 അടിയോളം വെള്ളം എത്തിയെങ്കിൽ മാത്രമേ ആ ഒരു ബ്ലൂ അലേർട്ട് നൽകേണ്ടതായുള്ളൂ. നിലവിൽ 2358 അടിയിൽ മാത്രമാണ് ഈ ഒരു വെള്ളം എത്തി നിൽക്കുന്നത്. അതിനുശേഷം ഓക്കെ, ശരി സുബിൻ. ഏതായാലും വലിയ ആശങ്കകളൊന്നും നമുക്ക് ഇല്ല എങ്കിൽ പോലും ഒറ്റപ്പെട്ടുള്ള കനത്ത മഴ ഉണ്ടാകുന്നത് പുറത്തിറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇടുക്കി പോലുള്ള മലയോര പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായുണ്ട്.